ഹലോ ഗൈസ്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 3 താമരയുടെ ട്യൂബർ നട്ടിട്ടുണ്ടായിരുന്നേ. അതിലൊരെണ്ണം സെറ്റായില്ല, ബാക്കി 2 ലീഫൊക്കെ വന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ കാണുന്ന വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതല്ല കേട്ടോ, മഴ പെയ്ത് നിറഞ്ഞിട്ടുള്ളതാണ്. ട്യൂബർ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ഇത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് വെള്ളം കളയാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഒരു അക്വേറിയം നമ്മൾ എറണാകുളം വരെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിറച്ച് പൊടിയും അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് കടൽനാക്ക്, ലവ് ബേർഡ്സിനൊക്കെ തീറ്റായിട്ട് കൊടുക്കുന്ന ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കടൽനാക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഗ്ലാസിന്റെ ഏത് ഭാഗത്താണ് അഴുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ചാൽ മതിയാവും കേട്ടോ. ഗ്ലാസ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. അങ്ങനെ അക്വേറിയം നല്ല രീതിയിൽ ഉരച്ച് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ നിറച്ച് നമുക്ക് കുറച്ച് ബ്രാലും കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ നന്ദപ്പന മീനുകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നന്ദപ്പനം കൂട്ടി നിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ മീനുകളൊക്കെ അക്വേറിയത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ ആള് കുറെ നേരമൊക്കെ അക്വേറിയത്തിലൊക്കെ നോക്കി നിന്നോളും. 2026 നമ്മൾ പുതിയതായിട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. അവിടെയാണ് റംബൂട്ടാൻ, പേരയ്ക്ക, സപ്പോട്ട, മരമുന്തിരി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നട്ടിട്ടുള്ളത്. അപ്പൊ അതിനൊപ്പം തന്നെ നമ്മൾ കവുങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അമ്മ തന്നെ കുറച്ച് കവുങ്ങ് തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ കുറച്ച് വലുതായ കവുങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ സഹായത്തിന് നമ്മുടെ വീട്ടിലൊരു ചേട്ടൻ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആളും കൂടി സഹായിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര വലിയ കവുങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗം ക്ലിയർ ആയിട്ടാ. ആ ഒരു സൈഡ് ഭാഗം നമ്മൾ ഫുള്ള് കവുങ്ങാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ തൈകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതല്ല. കവുങ്ങ് തൈ വെച്ചതിന്റെ ഇടയിൽ ഒരു അരിവേപ്പും കൂടി കാണാം. അത് നമ്മൾ വെച്ചതല്ല കേട്ടോ, അത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതാണെങ്കിലും പച്ചക്കറി തോട്ടാണെങ്കിലും അങ്ങനെയായിട്ട് കുറേ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ ഒരുപാട് പച്ചമുളക് തൈ ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു പരിധി വരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതിലൊന്നും ഉണ്ടാവാതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ കാണുന്ന മുളക് നമ്മൾ താഴെ മണ്ണിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിറച്ച് മുളക് ഉണ്ടാവും കേട്ടോ എപ്പോഴും. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ഇതിൽ നിന്നാണ് കേട്ടോ പൊട്ടിക്കാറുള്ളത്. അപ്പം അമ്മ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അതൊന്ന് ആയതൊക്കെ പൊട്ടിച്ചെടുക്കാന്ന് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചൊറുക്കയിൽ ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുവിധമായിട്ടുള്ള പച്ചമുളകൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കാണ് കേട്ടോ. ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് പൊട്ടിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് വേറൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിലെ അരിനെല്ലിമരാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ടുണ്ടായത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് കേട്ടോ. ഇപ്പോൾ അതിൽ കുറച്ചിങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 4 or 5 എണ്ണമൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അതിലേക്കാളും എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളത് പൊട്ടിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഒരു 5-6 എണ്ണം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുളി ഐറ്റംസ് ഒക്കെ നമ്മുടെ നന്ദപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നന്ദപ്പന കൊടുത്തു നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പറായിണ്ടാ? കണ്ണു കാണില്ല. ഇതെന്തിട്ടാ? പഴം. പഴം എവിടാ കോഴി? മയില്.
അന്തുട്ടനെ ഞാൻ വാങ്ങിക്കൊടുത്ത ഈ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി ബുക്ക് എടുത്ത് വന്ന് ഇങ്ങനെ ഫോട്ടോസ് നോക്കി പറയലാണ് കേട്ടോ പണി. ചിലതിൻ്റെ പേരൊക്കെ ശരിക്കും പറയും, ചിലതൊക്കെ ആളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.